നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്രത്തിൽ കുറി നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന പരാതിയിൽ കടവല്ലൂർ പഞ്ചായത്ത് അംഗത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്ര കുറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഏകദിന ഉപവാസ സമരം. പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് അളക്കൽ ആരംഭിച്ചു. കൃഷി ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിൽ യോജിപ്പില്ല. തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള പദ്ധതികൾ പാളുന്നു. പാചകവാതകത്തിന്റെ സബ്സിഡി നിർത്തലാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും അർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കട ഉപരോധിച്ചു. മാനസിക രോഗിയായ യുവാവിനെ ജയിൽ ജീവിതം മാറ്റിമറിച്ചു. ഷൺമുഖൻ വീണ്ടും കുന്നംകുളത്ത്. വാർത്തകൾ വിശദമായി. ക്ഷേത്രത്തിൽ കുറി നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന പരാതിയിൽ കടവല്ലൂർ പഞ്ചായത്ത് അംഗത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ കുറി നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റായ പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ. കടവല്ലൂർ പഞ്ചായത്ത് കോടത്തുകുണ്ട് 5-ാം വാർഡ് CPM മെമ്പറായ കൊരട്ടിക്കര സ്വദേശി പൊന്നാരശ്ശേരി സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആയിരിക്കെ ഇയാൾ കമ്മിറ്റിയുടെ പേരിൽ കുറി നടത്തിയിരുന്നു. കുറി വട്ടമെത്തിയെങ്കിലും നിക്ഷേപകർക്ക് കുറി സംഖ്യ നൽകാതെ നിക്ഷേപകരെ കബളിപ്പിച്ച് വഞ്ചിച്ചു. ഈ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനു പുറമെ ദീർഘകാലം ക്ഷേത്ര സമിതി പ്രസിഡന്റായിരുന്ന സുരേഷ് ക്ഷേത്രത്തിലെ 7.5 പവൻ തൂക്കം വരുന്ന തിരുവാഭരണങ്ങളും 5 ലക്ഷം രൂപയുടെ മറ്റ് ക്ഷേത്ര നിക്ഷേപങ്ങളുമടക്കം 8 ലക്ഷം രൂപയുടെ ക്ഷേത്ര മുതലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. വർഷങ്ങളായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന്റെ വീട്ടിലാണ് ഇവ സൂക്ഷിക്കാറുള്ളത്. ക്ഷേത്രത്തിന്റെ ആധാരം, ക്ഷേത്ര കമ്മിറ്റിയുടെ അലമാര, മേശ, ഉപക്ഷേത്രങ്ങളുടെ വാതിലുകളുടെ താക്കോലുകൾ, ബാങ്ക് പാസ്ബുക്കുകൾ, ചെക്കുകൾ എന്നിവയും സുരേഷ് സ്വന്തം വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. നിക്ഷേപ തട്ടിപ്പ് പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുരേഷിനെ ഒരാഴ്ച മുമ്പ് നീക്കം ചെയ്തിരുന്നു. പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റ ശേഷവും സുരേഷ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങളും മറ്റ് ക്ഷേത്ര മുതലുകളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതിനെതിരെ ക്ഷേത്ര ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. ക്ഷേത്ര മുതലുകൾ വിട്ടു നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പോലീസ് വീട് റെയ്ഡ് നടത്തി ക്ഷേത്ര മുതലുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതിനു മുമ്പ് നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ പോലീസ് സുരേഷിനെതിരെ കേസെടുത്തിരുന്നു. ക്ഷേത്ര മുതലുകൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തതോടെ സുരേഷ് ഒളിവിൽ പോയി. ഇതിനിടെ സുരേഷ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ കോൺഗ്രസും പഞ്ചായത്തിനകത്തും പുറത്തും സമരങ്ങൾ സംഘടിപ്പിച്ചു. സുരേഷിനെതിരെ പാർട്ടി തല നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണനെ പരാതി നൽകിയിരുന്നു. ഈ പരാതി CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തുവെങ്കിലും സുരേഷിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. ഒളിവിൽ പോയ സുരേഷിനെ തൃശൂരിൽ നിന്നാണ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ക്ഷേത്ര കുറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഏകദിന ഉപവാസ സമരം. കുറി നിക്ഷേപ തട്ടിപ്പും തിരുവാഭരണ തിരിമറിയും നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത CPM പഞ്ചായത്ത് അംഗം PV സുരേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ലീഡർ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ, ബ്ലോക്ക് പ്രസിഡന്റ് V കേശവൻ, മണ്ഡലം പ്രസിഡന്റ് K വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK ദേവദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ KS ശിവരാമൻ, ജമാൽ കോട്ടോൽ, രാജേഷ് കടവല്ലൂർ, KR റജിൽ, നിഷ അരേഗർ, ബിനി സുഭാഷ്, വൈസ് പ്രസിഡന്റ് റസാഖ് മണിയറക്കോട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, VC ലത്തീഫ്, ശ്രീമതി ടീച്ചർ, പത്മാവതി മനോഹരൻ എന്നിവർ സംസാരിച്ചു. പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് അളക്കൽ ആരംഭിച്ചു. പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അളവെടുക്കൽ ആരംഭിച്ചു. 13 കോടി രൂപ ചെലവിലാണ് നിർദ്ദിഷ്ട പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ വീതിയും നീളവും വർദ്ധിപ്പിക്കുന്നത്. 14 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ വീതി കൂട്ടി റബ്ബറൈസ്ഡ് ടാറിംഗ് വിരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ സർക്കിളിന്റെ കീഴിൽ ചാവക്കാട് ദേശീയപാത അധികൃതരാണ് കണക്കെടുപ്പ് നടത്തുന്നത്. തുടർന്ന് കണക്കെടുപ്പിന്റെ അവസ്ഥ ആർക്കിടെക്ചർ എഞ്ചിനീയർ റോഡ് സന്ദർശിച്ച് മനസ്സിലാക്കും. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. 8 മീറ്ററാണ് റോഡിന്റെ വീതി. പാറേമ്പാടത്തു നിന്നും ആരംഭിച്ച റോഡിന്റെ അളവെടുക്കൽ
പോർക്കുളം പഞ്ചായത്ത് കഴിഞ്ഞ് ഇന്ന് കാട്ടകമ്പൽ പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചു. പഴഞ്ഞിയുടെ തിരക്കേറിയ അങ്ങാടിയിൽ നാളെയാണ് റോഡ് അളക്കുന്നത്. കൃഷി ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിൽ യോജിപ്പില്ല. തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള പദ്ധതികൾ പാളുന്നു. കൃഷി ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിൽ പ്രവർത്തന യോജിപ്പില്ലാത്തത് കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള പദ്ധതി പാളുന്നു. തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള കർമ്മ പദ്ധതി ഈ മാസം 5-ന് സമർപ്പിക്കണമെന്ന മന്ത്രിതല യോഗ തീരുമാനം ഇതുവരെ നടപ്പിലായില്ല. ആഴ്ചകൾക്ക് മുൻപാണ് നിയോജക മണ്ഡലത്തിലെ തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രി AC മൊയ്തീൻ കൃഷി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെയും വിപുലമായ യോഗം വിളിച്ചു ചേർത്തത്. വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഈ മാസം 5-ന് വിശദമായ കർമ്മ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൃഷി ഇറിഗേഷൻ വകുപ്പുകളിലും ഒരു കർമ്മ പദ്ധതികളും തയ്യാറായിട്ടില്ല. കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കൃഷി വകുപ്പ് പാടശേഖര സമിതികളിൽ നിന്ന് റിപ്പോർട്ട് തേടിയത് മാത്രമാണ് ആകെ കൂടി നടന്ന പ്രവർത്തനം. ചില പാടശേഖര സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കൃഷി ഓഫീസുകളിൽ നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് കൃഷി ഓഫീസർമാർ ചെയ്യുന്നത്. പാടശേഖര സമിതികൾ തരിശു ഭൂമികളിൽ കൃഷി ചെയ്യാൻ തയ്യാറാണെങ്കിലും കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാത്തതാണ് കൃഷിക്ക് പ്രധാന തടസ്സമെന്ന് പാടശേഖര സമിതികൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത കർഷകർക്ക് വേണ്ട സമയത്ത് വെള്ളം ലഭിക്കാതെ നെൽകൃഷി നശിച്ചുപോയിരുന്നു. ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് നേരിടേണ്ടി വന്നത്. ഈ വർഷവും കൃഷി ഇറക്കാൻ കർഷകർ തയ്യാറാണെങ്കിലും വെള്ളം കിട്ടാതെ കൃഷി നശിച്ചുപോയാൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നഷ്ടം സഹിച്ച് കൃഷി ഇറക്കാൻ കർഷകർ തയ്യാറുമല്ല. കുന്നംകുളം നഗരസഭയിൽ 105 ഹെക്ടർ ഭൂമിയാണ് ആകെ കൃഷിക്ക് ഉപയുക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 57 ഹെക്ടർ സ്ഥലത്താണ് സ്ഥിരമായി കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം തരിച്ചു കിടന്നിരുന്ന 15 ഹെക്ടർ സ്ഥലത്ത് മുണ്ടകൻ കൃഷി ചെയ്തിരുന്നു. ബാക്കി വരുന്ന 33 ഹെക്ടർ സ്ഥലവും കൃഷി ചെയ്യാതെ തരിശായി കിടക്കുകയാണ്. നിലവിലുള്ള തോടുകൾ ആഴം കൂട്ടി മൂടിക്കിടക്കുന്ന പായലും മറ്റും നീക്കം ചെയ്ത് വെള്ളം ഒഴുക്കിവിട്ടാൽ തരിശു ഭൂമികളിൽ കൃഷി ചെയ്യാൻ തയ്യാറാണെന്നും കർഷകർ പറയുന്നു. ചില തരിശു ഭൂമികളുടെ ഉടമസ്ഥരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കൃഷി വകുപ്പ് അധികൃതർ പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും വാടി വിളിക്കുമെന്നേ.
ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. പാചകവാതകത്തിന്റെ സബ്സിഡി നിർത്തലാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും അർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കട ഉപരോധിച്ചു. പാചകവാതക സബ്സിഡി ഇല്ലായ്മ ചെയ്ത കേന്ദ്ര ഗവൺമെന്റിനെതിരെയും അർഹരായ വ്യക്തികളെ റേഷൻ കാർഡിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറേമ്പാടം റേഷൻ കടയ്ക്ക് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി KC ബാബു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CI ഇറ്റി മാത്യു, ബിജോയ് ബാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ KA ജ്യോതിഷ്, ബിജു C ബേബി, CB രാജീവ്, KK മോഹൻ റോയ്, CB ജാക്സൺ, തമ്പി മാസ്റ്റർ, ശശിധരൻ കണ്ടംപുള്ളി, MS പോൾ, KK ശൈലജ, കവിത പ്രേംരാജ്, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, KP ജയപ്രകാശ്, സ്മിത ഷാജി, NM റഫീഖ്, KV ഗീവർ എന്നിവർ പ്രസംഗിച്ചു. വളരെ തന്ത്രപൂർവ്വമാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതിപടിയായി ഗ്യാസിന് വില വർദ്ധിപ്പിക്കുകയും അവരുടെ ലക്ഷ്യം നേടുമ്പോൾ പരിപൂർണമായും സബ്സിഡി എടുത്തു കളയുകയും ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത്. ഈ ധൈര്യം അത്രമാത്രം വീട്ടമ്മമാരെയും അതുപോലെ ജനങ്ങളെയും ദുരിതത്തിലായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ ഈ സർക്കാരിന് എവിടെ നിന്ന് ധൈര്യമില്ല. മാനസിക രോഗിയായ യുവാവിനെ ജയിൽ ജീവിതം മാറ്റിമറിച്ചു. ഷൺമുഖൻ വീണ്ടും കുന്നംകുളത്ത്. കഞ്ചാവ് ലഹരിയിൽ സ്വന്തം പിതാവിനെ ഉളികൊണ്ട് കുത്തിമുറിവേൽപ്പിച്ച് പൂർണ്ണമായും മാനസിക രോഗിയായ ശേഷം കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയിരുന്ന വൃദ്ധനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി ജയിലിലായ മാനസിക രോഗം വിട്ടുമാറിയ ഷൺമുഖൻ വീണ്ടും കുന്നംകുളത്തെത്തി. 5.5 വർഷത്തെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ജയിൽവാസം ഷൺമുഖനെ മാറ്റിമറിച്ചു. ഇപ്പോൾ പരിചയക്കാരെ കാണുമ്പോൾ പഴയ സൗഹാർദ്ദം പുതുക്കുവാനും പുഞ്ചിരിച്ച് സംസാരിക്കാനും തയ്യാറായ ഷൺമുഖൻ പുതിയ മനുഷ്യനായാണ് വന്നിട്ടുള്ളത്. കുന്നംകുളം ചൊവ്വന്നൂർ പന്തല്ലൂർ വീട്ടിൽ ഷൺമുഖന്റെ പഴയ കാലം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. നല്ല ആശാരിയായിരുന്ന ഷൺമുഖൻ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടാണ് കഞ്ചാവിന് അടിമയായത്. കഞ്ചാവ് വലിക്കുന്നത് എതിർത്ത സ്വന്തം പിതാവിനെ തന്നെയാണ് ഷൺമുഖൻ ഉളികൊണ്ട് കുത്തിവീഴ്ത്തിയത്. മാനസിക രോഗത്തിന് അടിമയായ ഷൺമുഖൻ ഇടക്കാലത്ത് പൊന്നാനിയിൽ പോയി മതം മാറി. കുന്നംകുളം നഗരത്തിൽ പൊതുശല്യക്കാരനായി മാറിയ ഷൺമുഖൻ പൂർണ്ണമായും കഞ്ചാവിന് അടിമയായതോടെ പോലീസിന് തലവേദനയുമായി. ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഷൺമുഖനെ കൈയൊഴിഞ്ഞു. ഇതിനിടെ അമ്മ മരിച്ചതുപോലും ഷൺമുഖൻ അറിഞ്ഞില്ല. കടത്തണ്ണകളിൽ അന്തിയുറങ്ങി ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ച് നടന്നിരുന്ന ഷൺമുഖനെ പലരും ഭയപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് കുന്നംകുളത്തെ ഞെട്ടിച്ചുകൊണ്ട് കൊലപാതകം നടന്നത്. ഗുരുവായൂർ റോഡിലെ നഗരസഭാ ഷോപ്പിംഗ് ഹാൾ കടത്തിണ്ണയിൽ രാത്രി കിടന്നുറങ്ങിയിരുന്ന ഭിക്ഷ യാചിച്ച് ജീവിച്ചിരുന്ന വൃദ്ധനെ ഷൺമുഖൻ കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ചു കൊന്നു. റിപ്പർ മോഡൽ കൊലപാതകമെന്ന് പോലീസ് വിലയിരുത്തിയ സംഭവത്തിലെ പ്രതിയായ ഷൺമുഖനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. ഇതിനിടെ ഷൺമുഖന്റെ അച്ഛൻ മരിച്ചു. മാനസിക രോഗിയായ ഷൺമുഖനെ ജയിൽവാസ കാലത്ത് നൽകിയ ചികിത്സ ഫലം കണ്ടു. ഷൺമുഖന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജയിൽ അധികൃതർ നൽകിയ വലിയ ഗുളികകൾ കഴിച്ച് ഷൺമുഖൻ മയങ്ങിക്കിടന്നു. 5.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കഞ്ചാവിനോട് പൂർണ്ണമായും വിട പറഞ്ഞ് പുറത്തു വന്ന ഷൺമുഖനെ ഇനി താമസിക്കാൻ ഒരു ഇടം വേണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത്. ഇപ്പോൾ പകൽ സമയം ജോലി കഴിഞ്ഞ് കടത്തിണ്ണകളിലാണ് ഷൺമുഖന്റെ ഉറക്കം. വിപണി അടയ്ക്ക പഴയത് 4453 രൂപ,
പുതിയത് 4140 രൂപ മുതൽ 4443 രൂപ വരെ. രണ്ടാം തരം 2900 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേത്രത്തിൽ കുറി നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന പരാതിയിൽ കടവല്ലൂർ പഞ്ചായത്ത് അംഗത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്ര കുറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഏകദിന ഉപവാസ സമരം. പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് അളക്കൽ ആരംഭിച്ചു. കൃഷി ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിൽ യോജിപ്പില്ല. തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള പദ്ധതികൾ പാളുന്നു. പാചകവാതകത്തിന്റെ സബ്സിഡി നിർത്തലാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും അർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കട ഉപരോധിച്ചു. മാനസിക രോഗിയായ യുവാവിനെ ജയിൽ ജീവിതം മാറ്റിമറിച്ചു. ഷൺമുഖൻ വീണ്ടും കുന്നംകുളത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.